ഇന്ന് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ദൈവത്തിൽ ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണ് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി, മലകൾ കാൺമാനില്ലാതെയായി. താളന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പ്രത്യേകിച്ചും കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ നാടിനെ നടുക്കിയ വലിയ ഉരുൾപൊട്ടൽ നാമൊക്കെ അറിഞ്ഞിടത്തോളം ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 300-ലധികം ആളുകൾ പട്ടുപോയി. ഇനി എത്ര ആളുകൾ ഭൂമിക്കടിയിൽ വീണ്ടുമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 2-3 പ്രദേശങ്ങൾ സമൂലമായി ഇല്ലാതെയായി. 100 കണക്കിന് ആളുകൾക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. അവരുടെ ഗ്രാമങ്ങളും അതിനോട് ചേർന്നുള്ള സ്ഥാപനങ്ങളും ഇല്ലാതെയായി. എവിടെയാണ് ഞങ്ങൾ ഇതുവരെ താമസിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ പോലും ഉള്ള ഒരു ധൈര്യമോ ജ്ഞാനമോ അവർക്കില്ലാതെയാകുന്നു. ലോകം മുഴുവൻ ഇതൊരു ദേശീയ ദുരന്തമായി തന്നെ കണ്ടുകൊണ്ട് പലതരത്തിൽ സഹായിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് ഈ സംഭവം നൽകുന്ന ദൂത് എന്താണ് എന്നുള്ളതാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം നമ്മൾ അധികം വായിക്കാത്ത ഒരു പുസ്തകമാണ്. വെളിപ്പാട് എന്ന് പറയുന്നെങ്കിലും വായിച്ചാലും ഒന്നും പെട്ടെന്ന് വെളിപ്പെട്ട് കിട്ടാത്ത ഒരു ഗ്രന്ഥമാണ്. കാരണം അതെഴുതിയ കാലഘട്ടം അത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവർഷം 90-നും 95-നും ഇടയിൽ റോമാ സാമ്രാജ്യത്തിൽ നടന്ന ക്രൂരമായ മതപീഡന കാലത്ത് ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കാറ്റക്കോമ്പുകളിലും രഹസ്യ അറകളിലും ആരാധന അനുഷ്ഠിച്ച ആളുകളുടെ ഒരു കാലഘട്ടത്തിൽ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ എന്ന് പറയുന്ന ദൈവമനുഷ്യന് വെളിപ്പെട്ട രഹസ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ 22 അധ്യായങ്ങളിലായി നാം വായിക്കുന്നത്. അദ്ദേഹത്തിന് അത് ലഭിച്ചത് ഒരു ഞായറാഴ്ചയായിരുന്നു. ജന്മദേശത്ത് ആരാധനയും മതപരമായ ചുറ്റുപാടുകളുമൊക്കെ ദൈവം നൽകിയ ഇടങ്ങളിൽ വളർന്നു വന്ന ഒരാൾ
അതൊക്കെയും നഷ്ടപ്പെട്ട് പരസ്യമായി ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെയായി. റോമ ചക്രവർത്തിയായ ഡൊമീഷ്യനാണ് ദൈവം. അദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ മുമ്പിൽ ധൂപാർപ്പണം നടത്തണം, നമസ്കരിക്കണം, ആരാധിക്കണം, അല്ലാത്തവരൊക്കെയും കൊല്ലപ്പെടും എന്ന് പറയുന്ന വലിയ ഭീഷണിയുടെ ജീവനെ ഭയന്ന് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ യോഹന്നാൻ ശ്ലീഹായിക്ക് ലഭിച്ച ഈ വെളിപ്പാട് ലോകത്തിൻ്റെ തന്നെ ചരിത്രവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ അനുഭവവും വിശുദ്ധ സഭയെ സംബന്ധിച്ചുള്ള അറിവുകളും അന്ത്യ ന്യായവിധിയെ സംബന്ധിച്ചുള്ള അറിവുകളും നമുക്ക് പകർന്നു തരികയാണ്. പല ആളുകളും ഈ ഗ്രന്ഥം നമുക്കത്ര പ്രിയപ്പെട്ടതല്ല, അല്ലെങ്കിൽ നമ്മുടെ പൗരസ്ത്യ ചിന്തയുമായി ബന്ധപ്പെട്ടതല്ല എന്നൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ ഡോക്ടറൽ ഗൈഡായിരുന്ന പ്രൊഫസർ ഡോക്ടർ യൂർഗൻ റോളോഫ്, അദ്ദേഹം ഇന്നില്ല, ഞാൻ അർപ്പിച്ച ഒരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ട് എന്നോട് വളരെയധികം നന്ദി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ ആരാധന കണ്ടപ്പോഴാണ് എനിക്ക് വെളിപ്പാട് പുസ്തകത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാട് നടുവിൽ നിന്നുകൊണ്ട് 24 മൂപ്പന്മാർ കിരീടം ഊരിവച്ച് കുഞ്ഞാടിനെ നമസ്കരിക്കുന്ന വലിയ ആരാധനയുടെ പല ഭാഗങ്ങളും കാര്യമായി മനസ്സിലായത്. ഞാൻ അദ്ദേഹത്തോട് തലകുലുക്കിയതല്ലാതെ ഉത്തരവൊന്നും പറഞ്ഞില്ല. കാരണം എൻ്റെ വിചാരം ഇത് നമുക്ക് വേണ്ടപ്പെട്ട പുസ്തകമല്ല എന്നുള്ളതായിരുന്നു. നമ്മുടെ ആരാധന, നമ്മുടെ വേദവായനക്കുറിപ്പിലും അധികമില്ലെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൻ്റെ വായനകളുണ്ട്. പക്ഷേ ആ വായനാക്കുറിപ്പ് സമീപകാലത്ത് അതിനെ പുനഃക്രമീകരിച്ചവരൊക്കെ ഒരു കുസൃതി കൂടെ കാട്ടിയിട്ടുണ്ട്. ഈ വായനയുള്ള ദിവസം ഓർ ഇട്ട് അഥവാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വായനയുടെ ആ സമയത്ത് ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യമില്ല, വേണമെങ്കിൽ വേറൊന്ന് വായിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രൊട്ടസ്റ്റന്റ് പ്രൊഫസർ പറയുന്നു, നിങ്ങളുടെ പൗരസ്ത്യ ആരാധന, പൗരസ്ത്യ വിശ്വാസം വെളിപ്പാട് പുസ്തകവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ആരാധന മരിച്ചുപോയവരെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, അതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ ആദിയോടന്തം വളരെ മനോഹരമായ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ മരണവും രണ്ടാമത്തെ മരണവും ഒക്കെ വേർതിരിച്ച് 21-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ കുരുത്തോളുകളും ഏന്തി രാവും പകലും ദൈവത്തിന് ഹല്ലേലൂയ പാടുന്ന വലിയ സംഘത്തിൽ ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഒരുപോലെ നിൽക്കുന്ന ദൃശ്യവും വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ 16-ാം അധ്യായത്തിലെ 7-ാമത്തെ ഈ കലശത്തെ പറ്റി നമ്മൾ വായിക്കുന്നത്. 7 എന്നുള്ള സംഖ്യ വെളിപ്പാട് പുസ്തകത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. 7 സഭകൾക്കുള്ള കത്ത്, അതുപോലെ തന്നെ സപ്ത ദീപങ്ങൾ, 7ൻ്റെ പല ദൃശ്യങ്ങളുമുണ്ട്. 16-ാം അധ്യായത്തിൽ 7 ബാധകളെ പറ്റി പറയുകയാണ്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, മിസ്രൈമിലെ കഷ്ടം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിമോചിപ്പിക്കുന്നതിന് മുൻപ് ഇസ്രായേലിലുണ്ടായ ബാധ പോലെ ആ ബാധകളൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്വരവും ഈ 16-ാം അധ്യായത്തിലുണ്ട്. ഒന്നാമത്തവൻ തൻ്റെ കലശം ഭൂമിയിന്മേൽ ഒഴിച്ചപ്പോൾ മനുഷ്യർക്കൊക്കെ ഒരു വല്ലാത്ത വ്രണമുണ്ടായി. രണ്ടാമത്തെ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അതിലെ വെള്ളമെല്ലാം രക്തം പോലെയായി.
അതിലെ ജന്തുക്കളെല്ലാം ചത്തുപോയി എന്ന് പറയുന്നു. മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നീരുറവുകളിലും നദികളിലും മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും പ്രാണനെ നിലനിർത്തുന്ന അരുവികളിന്മേലും നദികളിന്മേലും ഒക്കെ ഒഴിച്ചപ്പോൾ അതെല്ലാം തന്നെ രക്തം പോലെ ആയിത്തീർന്നു. നാലാമത്തെ കലശം ഒഴിച്ചപ്പോൾ സൂര്യൻ അതിൻ്റെ പ്രകാശം ഭൂമിക്ക് നൽകാതെ ഒരു വലിയ അന്ധകാരമുണ്ടായി. അഞ്ചാമത്തെ കലശം ഒഴിച്ചപ്പോൾ മൃഗത്തിൻ്റെ സിംഹാസനത്തിൽ മേലാണ് ഒഴിച്ചത്. ലവിയാഥാന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, ദുഷ്ടശക്തികളുടെ കാര്യം പറയുന്നുണ്ട്, മഹതിയായ ബാബിലോണിന്റെ കാര്യം പറയുന്നുണ്ട്. അതിനൊക്കെയും നാശം വന്നു എന്ന് നാം വായിക്കുന്നു. ആറാമത്തെ കലശം യൂഫ്രട്ടീസ് നദിയിലേക്കാണ് ഒഴിച്ചത്. മധ്യപൂർവ ദേശങ്ങളെ ഫലഭൂയിഷ്ഠമാക്കുന്ന യൂഫ്രട്ടീസ് നദി 2900 കിലോമീറ്റർ നീളവും 275 കിലോമീറ്റർ മുതൽ 1100 കിലോമീറ്റർ വരെ വീതിയുമുള്ള എല്ലാ കരകളെയും ഫലഭൂയിഷ്ഠമാക്കുന്ന, മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്ന ആ നദി അനേക പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ആ നദിയിലെ വെള്ളവും എല്ലാവർക്കും വളരെ ദുഷ്കരമായി മാറുകയാണ്. ഏഴാമത്തെ കലശം ആകാശത്തിലാണ് ഒഴിക്കുന്നത്. അവിടെ ഒരു പ്രഖ്യാപനമുണ്ടായി, സംഭവിച്ച് തീർന്നു. അവിടെയാണ് വലിയ ഇടിമുഴക്കവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി, കന്മഴയുണ്ടായി. ഫറവോന്റെ കാലത്തെ പോലെ കന്മഴയുണ്ടായി. വലിയ വലിയ ബൗൾഡേഴ്സ്, വലിയ വലിയ പാറ കല്ലുകൾ വന്നിട്ട് എല്ലാറ്റിനെയും നശിപ്പിച്ചുകൊണ്ട് ഇല്ലാതെയാക്കുന്ന ഒരു വലിയ ബാധ. അതാണ് ഈ ഏഴാമത്തെ കലശം ഒഴിച്ചപ്പോൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് 17ഉം 18ഉം അധ്യായങ്ങളിലൊക്കെ മഹതിയായ ബാബിലോണിനെ, പ്രത്യേകിച്ചും റോമാ സാമ്രാജ്യത്തെ പറ്റിയാണ് 18ആം അധ്യായത്തിൽ പറയുന്നത്. സമ്പൽ സമൃദ്ധിയുടെ നിറകുടമായിരുന്ന, ധൂർത്തിന്റെ കേന്ദ്രമായിരുന്ന, വ്യാപാര കേന്ദ്രമായിരുന്ന റോമിലെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തതും ഇമ്പോർട്ട് ചെയ്തതുമായ ധാരാളം വിശിഷ്ട വസ്തുക്കളുടെ ലിസ്റ്റും, രത്നങ്ങളുടെയും മുത്തുകളുടെയും മറ്റ് വിശിഷ്ട വസ്തുക്കളുടെ ലിസ്റ്റുമൊക്കെ 18ആം അധ്യായത്തിലുണ്ട്. 19ആം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ പാടുന്ന ആരാധന ആരംഭിക്കുന്നു. 20ആം അധ്യായത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റിയും ന്യായവിധിയെ പറ്റിയും പറയുന്നു. പുസ്തകത്തിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കനുസരണമായ ന്യായവിധി ഉണ്ടായി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. 21ഉം 22ഉം അധ്യായങ്ങളിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും എങ്ങനെയായിരിക്കും എന്ന് വർണ്ണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ ആകാശത്തെയും 1-ാമത്തെ ഭൂമിയെയും പറ്റി പറഞ്ഞു തുടങ്ങുന്നെങ്കിൽ, വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്ഷാകരമായ ആ യാഗത്തിലൂടെ പ്രകൃതിക്കുണ്ടായ, പ്രപഞ്ചത്തിനുണ്ടായ വലിയ രൂപാന്തരത്തെ പറ്റിയുള്ള വർണ്ണനയാണ്. പളുങ്കു പോലെയുള്ള ഒരു കടൽ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യെരൂശലേം നഗരത്തിൻ്റെ വർണ്ണനയുണ്ട്. യെരൂശലേം ദേവാലയം നിന്ന സ്ഥലം ശൂന്യമായി മാറി. അതിന് പകരം അവിടെ കർത്താവായ യേശു ക്രിസ്തുവാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അന്നുണ്ടായിരുന്ന ആരാധന ആലയങ്ങളിൽ ഉണ്ടായിരുന്ന അതിക്രമങ്ങളും അധർമ്മങ്ങളും വളരെ ഉപരിപ്ലവമായ ആഘോഷങ്ങളെയും ഒക്കെ ഇല്ലാതെയാക്കി കർത്താവായ യേശു ക്രിസ്തു ആ സ്ഥാനം അപഹരിച്ചു എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് വേർഡാണെങ്കിലും മറ്റൊരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ഒരു സാമ്രാജ്യമായി ആ പ്രദേശം മാറുന്നതായും നാം കാണുന്നു. ഇവിടെയൊക്കെ നാം ഓർക്കേണ്ട ഒരു കാര്യം,
ഇങ്ങനെയുള്ള ന്യായവിധികൾ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗരസ്ത്യ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, നാം പ്രാർത്ഥിക്കുന്നത് വ്യക്തിഗതമായ കാര്യങ്ങൾക്കല്ല. ഒരു വ്യക്തിയുടെ മാനസാന്തരവും ഒരു വ്യക്തിയുടെ സ്നാനവും ഒരു വ്യക്തിയുടെ രൂപാന്തരവും അല്ല നമ്മുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട കാര്യം. വ്യക്തികളുടെ രൂപാന്തരം വളരെ ആവശ്യമാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ രൂപാന്തരമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം മനുഷ്യൻ്റെ പാപം കൊണ്ട് അപകടമുണ്ടായത് പ്രപഞ്ചത്തിന് മുഴുവനാണ്. അക്കൂട്ടത്തിൽ മനുഷ്യനുമുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദാമിൻ്റെയും ഹൗവായുടെയും അനുസരണക്കേടിൻ്റെ ഫലം അനുഭവിച്ചത് ആദാമും ഹൗവയും മനുഷ്യജാതിയും മാത്രമല്ല, ജീവജാലങ്ങളും പ്രകൃതിയും എല്ലാം അനുഭവിച്ചു. നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ എല്ലാം നല്ലതെന്ന് കണ്ട സന്തോഷിച്ച പരമകാരുണികനായ ദൈവം അനുതപിക്കുന്നതായി നാം കാണുന്നു. മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് തന്നെ അനുതപിച്ചു. മനുഷ്യന്റെ പാപങ്ങൾ കൊണ്ട് പ്രകൃതിക്ക് തന്നെ വലിയ വിനാശങ്ങൾ ഉണ്ടാവുന്നു. നോഹയും ഹാമും ശേമും യാഫത്തും കുടുംബാംഗങ്ങളും മൃഗങ്ങള് ഓരോ വർഗത്തിൽപ്പെട്ട ഇണകളായി ഓരോന്നിൻ്റെയും ആണും പെണ്ണുമായി ആ പെട്ടകത്തിൽ സംരക്ഷിക്കപ്പെടുകയാണ്. പ്രകൃതിക്കൊരു സംരക്ഷണം ഉണ്ടാവണം, പ്രകൃതിയെ നിലനിർത്തണം. ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയെ, അതിലുള്ള പുല്ലിനെയും പൂവിനെയും പുഴുവിനെയും എല്ലാറ്റിനെയും സംരക്ഷിക്കുന്ന, സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ദൈവശാസ്ത്രമാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്നത്. സൃഷ്ടിയെപ്പറ്റിയുള്ള വിവരണങ്ങൾ സങ്കീർത്തനങ്ങളിൽ നമുക്കുള്ളതറിയാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തട്ട് അവൻ്റെ കൈവേലയെ കാണിക്കുന്നു. പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവിനെ കൊടുക്കുന്നു. അതിലും മനോഹരമാണ് 104-ാം സങ്കീർത്തനം. 104-ാം സങ്കീർത്തനത്തിൽ പ്രകൃതിയുടെ വിവിധ ഘടകങ്ങളെ സംബന്ധിച്ച് സുദീർഘമായി 35 വാക്യങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട്. അവിടെ സൂര്യനെയും ചന്ദ്രനെയും പർവ്വതങ്ങളെയും വൃക്ഷലതാദികളെയും പറവകളെയും മത്സ്യങ്ങളെയും കോലാടിനെയും എല്ലാറ്റിനെയും വിവരിച്ച് പറയുന്നുണ്ട്. അവിടെ എന്മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ കണ്ടാണ്, അതിൻ്റെ മനോഹാരിത കണ്ടാണ്, അതിലെ അത്ഭുതമുളവാക്കുന്ന സംഗതികളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണല്ലോ പ്രകൃതിയിൽ നമ്മൾ കാണുന്നത്. ഒരു ചെടി മുളച്ചു വരുന്നത്, അതിന് 2 ഇലകൾ ഉണ്ടാവുന്നത്, അത് വലുതായി അതിൽ പുഷ്പങ്ങൾ ഉണ്ടാവുന്നത്, അതിൽ കായ്കനികൾ ഉണ്ടാവുന്നത്, എന്തു മനോഹരമായ കാര്യമാണ്. മനുഷ്യനെ കൊണ്ട് സാധ്യമായ ഒന്നല്ല, ദൈവത്തിന് മാത്രം സാധ്യമായ ഒന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്, നിർമ്മിത ബുദ്ധി എന്ന് പറയും. ചില ആളുകൾ പറയുന്നു, ഇതിനെ ബുദ്ധിയൊന്നും വിളിക്കാനില്ല, ഇതിനെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലെ വിളിച്ചാൽ മതി. നമ്മൾ കൊടുക്കുന്നതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും, അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യും. അതല്ല മനുഷ്യൻ്റെ ബുദ്ധി. മനുഷ്യന് നൽകിയിരിക്കുന്ന ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാളും റോബോട്ടുകളെക്കാളും ഒക്കെ വളരെ മനോഹരമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് യാതൊരു അതിർവരമ്പുമില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ സങ്കല്പിക്കുവാനും സൃഷ്ടിച്ചെടുക്കുവാനുമൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഒരു ക്രിയേറ്ററായി, സഹസൃഷ്ടാവായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെയാണ് നാം നമ്മെപ്പറ്റി തന്നെ ഓർത്ത് സ്വാഭിമാനം കൊള്ളുകയും ദൈവത്തിൻ്റെ
ഈ സൃഷ്ടിയുടെ പരിപാലനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ടത്. കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ 104-ാം സങ്കീർത്തനത്തിൽ നമ്മോട് പറയുന്നത്. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. Everything has a place. Even the mountains, even the rivers, even the plants, even the lions, the leopards, the tigers, ഇതെല്ലാം സൃഷ്ടിക്ക് ആവശ്യമുള്ളതാണ്. നമ്മൾ 2 ആഴ്ച മുൻപ് കെനിയയിലെ നൈറോബിയിൽ ഒരു മീറ്റിങ്ങിൽ പോയി. അവിടെയുള്ള അവിടുത്തെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന വലിയൊരു ഏരിയയുണ്ട്, ഒന്നിലധികമുണ്ട്. അതിലൊരിടത്ത് മാത്രം പെട്ടെന്നൊന്ന് പോകാനേ പറ്റിയുള്ളൂ. 857 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ്. മൃഗങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ വിഹരിക്കുകയാണ്. ഹിപ്പോപ്പൊട്ടാമസ് അവരുടേതായ ഒരു ലോകത്തിൽ, കുളത്തിൽ നീന്തി തുടിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ വൾച്ചേഴ്സ്, കഴുകന്മാര് വൃക്ഷങ്ങളുടെ മുകളിൽ ഇങ്ങനെ 100 കണക്കിന് ഇരിക്കുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. വാഹനങ്ങളുടെ അടുത്തുകൂടെ ഒരു 2 അടി ദൂരം വരെ സിംഹങ്ങൾ ഇങ്ങനെ വന്ന് നടന്നു പോകുന്നതും ഞാൻ ഭയത്തോടെയാണെങ്കിലും കാണാൻ സാധിച്ചു. അവരവരുടേതായ ഒരു ജീവിതക്രമത്തിൽ അവരിങ്ങനെ ജീവിക്കുകയാണ്. അവരെ ഉപദ്രവിച്ചില്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കുകയില്ല. അവരെ നമ്മൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അവർ നമ്മെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത് സിംഹമായിരുന്നാലും, കടുവയായിരുന്നാലും, അത് പാമ്പായിരുന്നാലും, അത് മലകളായിരുന്നാലും, അത് വൃക്ഷങ്ങളായിരുന്നാലും, ഇതിൻ്റെ എല്ലാം പ്രതികരണം ഒരുപോലെയാണ്. ഇന്നുണ്ടായിരിക്കുന്ന ഈ കാലാവസ്ഥാ മാറ്റം, ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വലിയ ചങ്ങല തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ ഇപ്പോൾ എങ്ങും ആരും ടൂറിസത്തിന് പോകരുത് എന്നാണ് വീണ്ടും വീണ്ടും റേഡിയോയിൽ പറയുന്നത്. പല സ്ഥലങ്ങളിലായി പ്രകൃതി ദുരന്തം നടക്കുകയാണ്. അർജുൻ എന്ന് പറയുന്ന ഡ്രൈവറും വാഹനവും ഒരാഴ്ചയോളം പരതിയിട്ടും ഇതുവരെ കിട്ടാത്ത സത്യം നമുക്കറിയാം. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. പക്ഷേ ആ സങ്കടമൊക്കെ ഇപ്പോൾ മറന്നുപോയിരിക്കുകയാണ്. കാരണം ആയിരക്കണക്കിന് ആളുകളെ ബാധിച്ച, അതിൻ്റെ 100 മടങ്ങ് ശക്തിയുള്ള വലിയ ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ അപ്രസക്തമായി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ, ഈ വായുവിനെ, ഈ ജലത്തെ, ഈ ജീവജാലങ്ങളെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി കൂടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവയൊക്കെ കീഴ്പ്പെടുത്തി അവയ്ക്ക് അധികാരിയായി തീരും എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് കുഴപ്പം. നമ്മളൊക്കെ ഒരു കീഴ്പ്പെടുത്തലിൻ്റെ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. എന്തിനേയും കീഴടക്കുക, എന്തിനേയും പിടിച്ചടക്കുക, ആർത്തിയോടെ വാരിയെടുക്കുക. അത് സ്വർണമായിരുന്നാലും, അലുമിനിയം ആയിരുന്നാലും, ഇരുമ്പ് ആയിരുന്നാലും, ചെമ്പായിരുന്നാലും, പെട്രോൾ ആണെങ്കിലും എന്തും വാരിയെടുക്കുന്ന ഒരു സംസ്കാരമാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് ഓക്സിജൻ പോലും ശരിക്കും കിട്ടുമോ എന്നുള്ളതൊന്നും നമ്മുടെ വിചാരമല്ല. നമുക്ക് സുഖമായി കഴിയണം. നമ്മുടെ ആർത്തിയും നമ്മുടെ ധൂർത്തും നമ്മുടെ മത്സരവും ഈ പ്രപഞ്ചത്തെ മുഴുവൻ വലിയ അപകടത്തിലാക്കി മാറ്റിയിരിക്കുകയാണ്. VN ഗാഡ്ഗിളിൻ്റെ പശ്ചിമഘട്ടത്തെ പറ്റിയുള്ള പഠനമൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ വായിക്കാൻ തുടങ്ങി, ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ പ്രകൃതി ദുരന്തം അതിൻ്റെ മാത്രം കാരണമാണോ എന്നൊന്നും പറയാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ ഒന്നറിയാം, മനുഷ്യനെ ഓർമ്മപ്പെടുത്തുവാൻ ദൈവം പ്രകൃതിയെ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ കാലത്തും ഒരു പ്രളയമുണ്ടാകുമ്പോൾ, ഒരു കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ, ഒരു വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ആളുകൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാണുള്ളത്? ഇവിടെ അനുദപിക്കേണ്ട, മാനസാന്തരപ്പെടേണ്ട കാലമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ഓർമ്മപ്പെടുന്നാളിലേക്ക് പോകുമ്പോൾ നാം അനുതാപത്തിൻ്റെ, സൃഷ്ടിയുടെ പരിപാലനത്തിനായി അനുദപിക്കേണ്ട കാലം കടന്നു വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഹൗവ മൂലം
പ്രപഞ്ചത്തിന് നാശമുണ്ടായെങ്കിൽ രണ്ടാം ഹൗവയായ പരിശുദ്ധ കന്യക മറിയമാൽ കൂടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ ഹൗവയ്ക്ക് പേരിട്ടപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. ജീവനെ നിലനിർത്തുന്ന, ജീവനെ സംരക്ഷിക്കുന്ന മനുഷ്യജീവൻ മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഈ പ്രകൃതിക്ക് യോജിച്ചതാണ്. തകഴി ശിവശങ്കരപ്പിള്ള ഒരു ചെറുകഥ എഴുതുമ്പോൾ ഒരു വീട് നശിപ്പിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം അതിൽ കുറിച്ചിട്ടുണ്ട്, അതിലെ ചിതലുകളുടെ അനുവാദം ചോദിച്ചിട്ടുണ്ടോ? ആ വീട് നശിപ്പിക്കുന്നതിന് മുൻപ് അതിൽ ജീവിക്കുന്ന, അധിവസിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിയല്ല എങ്കിലും ദൈവത്തിന് ചിതലുകളെ കൊണ്ടും ചില ഉദ്ദേശമുണ്ട്, പാമ്പുകളെ കൊണ്ട് ചില ഉദ്ദേശമുണ്ട്, പ്രാണികളെ കൊണ്ട് ചില ഉദ്ദേശമുണ്ട്. അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി അറിയാം. പ്രാണികൾ ഇല്ലാതെയാകുമ്പോൾ, അതിനെ പിടിക്കുവാൻ തവളയില്ലാതെയാകുമ്പോൾ, തവളയെ പിടിക്കുവാൻ പാമ്പില്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന വേദനകളൊക്കെ കർഷകർക്ക് അറിയാം. ഇതെല്ലാമൊക്കെ തമ്മിലുള്ള ഒരു പാരസ്പര്യമുണ്ട്, ഒരു പരസ്പരമുള്ള ഒരു ബന്ധമുണ്ട്. അതിനെയാണ് ഏദൻ തോട്ടം എന്ന് പറയുന്നത്. എല്ലാം അതിൻ്റെതായ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിൽ, ഒരു പാരസ്പര്യ ബന്ധത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിലും പെരുന്നാളുകളിലും ഒക്കെ ഈ പ്രപഞ്ചത്തെ കൂടെ ഉൾപ്പെടുത്തുന്നത്. ദൈവമാതാവിൻ്റെ പെരുന്നാളുകളിൽ 2 നമുക്കറിയാം. ജനുവരി 15 വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളാണ്. മെയ് 15 കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളാണ്. കാരണം ജീവനുള്ളവയെ എല്ലാം സംരക്ഷിക്കേണ്ട പുതിയ ഹൗവയാണ് പരിശുദ്ധ ദൈവമാതാവ്. ഈ ദൈവമാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അനുതാപത്തിനായി നമുക്ക് നമ്മെ തന്നെ വേർതിരിക്കാം. നമ്മുടെ വ്യക്തിഗതമായ പാപങ്ങളെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്, മറിച്ച് സാമൂഹികമായി ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതികളെ, അധർമ്മങ്ങളെ ഒക്കെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം സമൂഹമായി നോമ്പെടുക്കുകയും ഉപവസിക്കുകയും അനുദപിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. രാത്രിയുടെ 2-ാം കോമായിൽ പമ്പാക്കുട നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, കർത്താവേ, നീ തിരഞ്ഞെടുത്തിട്ടുള്ള 12 സ്ലീഹന്മാരുടെ പ്രാർത്ഥനകളാൽ സംവത്സരത്തിൻ്റെ 12 മാസങ്ങളെയും കൃപയോടെ വാഴ്ത്തണമേ. മഴയും മഞ്ഞും അതാതു കാലത്ത് ക്രമമായി ഉണ്ടാകണമേ. സ്വർഗീയ നന്മകളും ഭൂമിയുടെ വിളവുകളും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യണമേ. ജീവൻ അപകടത്തിലായിരിക്കുന്ന, പ്രകൃതി അപകടത്തിലായിരിക്കുന്ന മിന്നൽ മഴകളുടെ ഈ കാലഘട്ടം, പസഫിക് ഓഷ്യനിലെ സമീപത്തുള്ള പ്രദേശങ്ങളിലൊക്കെ എൽ നീനോ, ലാ നീന എന്നൊക്കെ പറഞ്ഞുള്ള പ്രതിഭാസങ്ങളുണ്ട്. അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ട്. ഈ അറബിക്കടലിൽ നിന്ന് പൊങ്ങുന്ന നീരാവി ഈ ഭൂമിയിൽ ഒരു 30 കിലോമീറ്റർ അകലത്തിലുള്ള പൊടിപടലങ്ങൾ, ഇത് രണ്ടും കൂടെ മേഘമായി നമ്മുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മേഘത്തിലുള്ള ജലകണികകളെല്ലാം കൂടെ യോജിച്ച് ഒരുമിച്ച് സംയോജിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. ചൈന ഒരിക്കൽ തീരുമാനിച്ചു, ഇപ്പം മഴ വേണ്ട. കൃത്രിമമായ മഴ പെയ്യിക്കുന്ന രാജ്യങ്ങളുണ്ട്. കാരണം ഈ ക്ലൗഡ്സിൽ, ഈ മേഘപടലങ്ങളിൽ ഈ വാട്ടർ മോളിക്യൂൾസ്, ജലകണികകളെല്ലാം കൂടി ഒരുമിച്ച് വരാനുള്ള ഒരു സ്ഥിതി സംജാതമായാൽ മഴയുണ്ടാവും. അങ്ങനെ കൃത്രിമ മഴ പെയ്യിക്കുന്ന രാജ്യങ്ങൾ പലതാണ്. ചൈന ഒരിക്കൽ തീരുമാനിച്ചു മഴ വേണ്ട, കാരണം അവിടെ ഒളിമ്പിക് മത്സരങ്ങൾ നടക്കുകയായിരുന്നു. അവരതിന് ചെയ്തത്, ഈ മേഘപടലങ്ങൾ ഒളിമ്പിക് മത്സരങ്ങൾ നടക്കുന്ന വേദികളുടെ ആ അന്തരീക്ഷത്തിൽ വരുന്നതിന് വളരെ മുൻപ് തന്നെ അവയെ അതാത് സ്ഥലത്ത് വെച്ച് മഴ പെയ്യിച്ചില്ലാതെയാക്കി. മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകും. IMDയുടെ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോകും. ദൈവത്തിന് മാത്രമേ അറിയൂ അടുത്ത നിമിഷം എന്ത് സംഭവിക്കൂ എന്ന്. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിനയപ്പെടുത്തി
പരിശുദ്ധ ദൈവമാതാവിനെ പോലെ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ വിനയപ്പെടുത്തി പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കുന്ന, താണവരെ ഉയർത്തുന്ന വലിയ സന്ദേശം നൽകുന്ന നസ്രത്തിലെ ആ കൊച്ചു ബാലികയുടെ വിപ്ലവകരമായ ആ ശബ്ദം, അത് നമുക്ക് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ട വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രകൃതി ദുരന്തം, മലപ്പുറത്തുണ്ടായിരിക്കുന്ന മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മരിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർക്കായി ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യം വരുമ്പോൾ കൈതുറന്ന് സഹായിക്കണം. അതോടൊപ്പം തന്നെ ഇത് അവരുടെ ആരുടെയും കുറ്റം കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ന്യായവിധി പറയുന്ന ന്യായാധിപന്മാരുടെ സംഘത്തിൽ നാം ആരും ഇരിക്കാൻ പാടില്ല. നമ്മുടെ തെറ്റുകൊണ്ട് വന്നുപോയതാണ് എന്നുള്ള വീണ്ടും വിചാരമാണ് നമുക്കുണ്ടാവേണ്ടത്. നമുക്ക് ദൈവം സൃഷ്ടിച്ച ഈ ആകാശത്തെയും ഭൂമിയെയും, പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്ന, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ യാഗത്തിലൂടെ സംജാതമാകുന്ന ഒരു കാലഘട്ടത്തെ പ്രത്യാശയോടെ സമീപിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.